ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് യൂണിവേഴ്സിറ്റി LGS മെയിൻസ് പരീക്ഷ എഴുതാൻ പോകുന്നവർ നിർബന്ധമായും കണ്ടിരിക്കേണ്ട ഒരു ക്ലാസ് ആണ്. അപ്പോൾ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുൻപ് ഈ ചോദ്യങ്ങളും കൂടെ ഒന്ന് നോക്കി വെച്ചിട്ട് പോവാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരമാകുന്ന ഒരു ക്ലാസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് സമയം ഒട്ടും കളയാതെ ക്ലാസ്സിലോട്ട് കിടക്കാം. പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് പറയുകയാണ്. എല്ലാവർക്കും നന്നായിട്ട് പരീക്ഷ എഴുതാൻ പറ്റട്ടെ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ്? എല്ലാവർക്കും അറിയുന്നതാണല്ലോ. ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം ഓപ്ഷൻ ഡി ആണ്, ചെന്നൈയിലാണ്. ചെന്നൈ. അപ്പോൾ ഇന്ത്യയിൽ ആകെപ്പാടെ എത്ര റെയിൽവേ സോണുകളുണ്ട്? 18 റെയിൽവേ സോണുകളാണ് ഇന്ത്യയിൽ ആകെ ഉള്ളത്. അപ്പോൾ അതിലെ 18 റെയിൽവേ സോണുകളിൽ 18ാമത് റെയിൽവേ സോണായിട്ട് ഏറ്റവും പുതുതായിട്ട് വന്നിട്ടുള്ളതാണ് 2019 ഫോം ചെയ്യുന്നത്. ഏതാണ്? സൗത്ത് കോസ്റ്റ് റെയിൽവേ. സൗത്ത് കോസ്റ്റ് റെയിൽവേ ആണ് 18ാമത് റെയിൽവേ സോണായിട്ട് 2019 ഫോം ചെയ്തത്. അതിൻ്റെ ആസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ വിശാഖപട്ടണമാണ് സൗത്ത് കോസ്റ്റ് റെയിൽവേയുടെ ആസ്ഥാനം എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം ചെന്നൈ ആണ് എന്ന് പറഞ്ഞു അല്ലേ. സെൻട്രൽ റെയിൽവേ സോണിന്റെ ആസ്ഥാനം, സെൻട്രൽ റെയിൽവേയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് എവിടെയാണ്? മുംബൈ ആണ് സെൻട്രൽ റെയിൽവേയുടെ ആസ്ഥാനം. ഇനി വെസ്റ്റേൺ റെയിൽവേയുടെ ആസ്ഥാനം ചോദിച്ചാലും മുംബൈ തന്നെയാണ്. വെസ്റ്റേൺ റെയിൽവേയുടെ ആസ്ഥാനം എവിടെ തന്നെയാണ്? മുംബൈ തന്നെയാണ്. നോർത്തേൺ റെയിൽവേയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് ന്യൂഡൽഹി ആണ് നോർത്തേൺ റെയിൽവേയുടെ ആസ്ഥാനം എന്ന് പറയുന്നത്. ഇനി നമ്മുടെ കേരളം ഉൾപ്പെടുന്നത് ഏതിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സതേൺ റെയിൽവേ സോണിലാണ് കേട്ടോ. ദക്ഷിണ റെയിൽവേ എന്ന് നമ്മൾ പറഞ്ഞു, ചെന്നൈയിലാണ് ആസ്ഥാനം. ഈ ദക്ഷിണ റെയിൽവേയിലാണ്, സതേൺ റെയിൽവേ സോണിലാണ് നമ്മുടെ കേരളം ഉൾപ്പെടുന്നത് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, പുതുച്ചേരി കേന്ദ്രഭരണ പ്രദേശത്തിന്റെ ഭാഗമായ കേരളത്തിലെ സ്ഥലം. പുതുച്ചേരി കേന്ദ്രഭരണ പ്രദേശത്തിന്റെ ഭാഗമായ കേരളത്തിലെ സ്ഥലമാണ് മാഹി. അപ്പോൾ പുതുച്ചേരിയുടെ ഭാഗമായ 3 സ്ഥലങ്ങളാണ്. 1 മാഹി, 2 കാരയ്ക്കൽ, 3 യാനം. അപ്പൊ അതിൽ മാഹി എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. കാരയ്ക്കൽ തമിഴ്നാട്, യാനം സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിലാണ്. മാഹി കേരളം, കാരയ്ക്കൽ തമിഴ്നാട്, യാനം ആന്ധ്രാപ്രദേശ്. ഇനി നമ്മൾ പുതുച്ചേരി എന്ന് പറയുന്നത് ഏത് രാജ്യത്തിന്റെ അധീനതയിലായിരുന്നു എന്ന് PSC ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ഫ്രാൻസിന്റെ അധീനതയിലായിരുന്നു പുതുച്ചേരി എന്ന് പറയുന്നത്. അപ്പോൾ പുതുച്ചേരിയെ കേന്ദ്രഭരണ പ്രദേശമാക്കി മാറ്റിയ വർഷം 1962. പുതുച്ചേരിയെ കേന്ദ്രഭരണ പ്രദേശമാക്കി മാറ്റിയ വർഷം എത്രയാണ്? 1962 ആണ്. ഈ പുതുച്ചേരിയുടെ പഴയ പേരെന്തായിരുന്നു? പോണ്ടിച്ചേരി എന്നായിരുന്നു. അപ്പോൾ പോണ്ടിച്ചേരി മാറ്റി പുതുച്ചേരി എന്ന പേരിലോട്ട് മാറിയത് 2006 സെപ്റ്റംബർ 20-നാണ്. 2006 സെപ്റ്റംബർ 20-നാണ് പുതുച്ചേരി എന്നാക്കി, പോണ്ടിച്ചേരി മാറി പുതുച്ചേരി ആക്കിയിട്ട് മാറ്റിയത് എന്നുള്ളത് അറിഞ്ഞിരിക്കും. അടുത്ത ചോദ്യം, ചുവന്ന നദി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നദി ഏതാണ്? ചുവന്ന നദി എന്നറിയപ്പെടുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ് ബ്രഹ്മപുത്ര. അപ്പൊ ബ്രഹ്മപുത്രയെ തന്നെയാണ് ആസാമിന്റെ ദുഃഖം അല്ലെങ്കിൽ ആസാമിന്റെ ജീവരേഖ എന്നൊക്കെ അറിയപ്പെടുന്നത് ബ്രഹ്മപുത്രയാണ്. പ്രാചീന കാലത്ത് ലൗഹിത്യ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നതും ബ്രഹ്മപുത്രയാണ്. ഈ ബ്രഹ്മപുത്ര ടിബറ്റിൽ അറിയപ്പെട്ടിരുന്ന പേര് എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാങ്പോയാണ്. ടിബറ്റിൽ ബ്രഹ്മപുത്ര അറിയപ്പെട്ടിരുന്ന പേരാണ് സാങ്പോ. ദെൻ അരുണാചൽ പ്രദേശിൽ അറിയപ്പെട്ടിരുന്ന പേരാണ് ദിഹാങ് എന്ന പേരിലാണ് അരുണാചൽ പ്രദേശിൽ ബ്രഹ്മപുത്ര അറിയപ്പെട്ടിരുന്നത്. ദെൻ ബംഗ്ലാദേശിൽ ബ്രഹ്മപുത്ര അറിയപ്പെട്ടിരുന്ന പേരാണ് ജമുന. ബംഗ്ലാദേശിൽ ബ്രഹ്മപുത്ര അറിയപ്പെട്ടിരുന്ന പേരെങ്ങനെയാണ്? ജമുന എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ബ്രഹ്മപുത്ര നദിയുടെ ഉത്ഭവം ഒന്ന് പഠിച്ചു വെച്ചേക്കാം. ചെമയുങ്തുങ് ഹിമാനിയിൽ നിന്നുമാണ് ഉത്ഭവിക്കുന്നത്. ഹിമാനിയിൽ നിന്നുമാണ് ബ്രഹ്മപുത്ര ഉത്ഭവിക്കുന്നത് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അടുത്തത്, ഭാരതത്തിന്റെ ദേശീയ നദിയായി ഗംഗയെ പ്രഖ്യാപിച്ച വർഷം.
ഭാരതത്തിന്റെ ദേശീയ നദിയായി ഗംഗയെ പ്രഖ്യാപിക്കുന്ന വർഷം? ഓപ്ഷൻ സി 2008 നവംബർ 4-നാണ്. 2008 നവംബർ 4-നാണ് ഭാരതത്തിന്റെ ദേശീയ നദിയായി ഗംഗയെ പ്രഖ്യാപിച്ച വർഷം. ഇനി നമ്മുടെ ദേശീയ പതാക അംഗീകരിച്ചത് എന്നാണ്? ദേശീയ പതാക അംഗീകരിച്ചത് 1947 ജൂലൈ 22. 1947 ജൂലൈ 22-നാണ് ദേശീയ പതാകയായിട്ട് ത്രിവർണ പതാകയെ അംഗീകരിക്കുന്നത്. ഇനി ദേശീയ ഗാനവും ദേശീയ ഗീതവും അംഗീകരിച്ചത് ദേശീയ ഗീതവും അംഗീകരിച്ചത് 1950 ജനുവരി 24-ന്. 1950 ജനുവരി 24-നാണ് ദേശീയ ഗാനവും ദേശീയ ഗീതവും അംഗീകരിച്ചത്. ഇനി ദേശീയ പക്ഷിയായിട്ട് മയിലിനെ അംഗീകരിച്ചത് 1963-ലാണ്. ദേശീയ പക്ഷിയായി മയിലിനെ അംഗീകരിക്കുന്നത് 1963. ദേശീയ മൃഗമായിട്ട് കടുവയെ അംഗീകരിക്കുന്നത് എപ്പോഴാണ്? 1972-ലാണ് ദേശീയ മൃഗമായിട്ട് കടുവയെ അംഗീകരിക്കുന്നത്. ഇനി ദേശീയ പൈതൃക മൃഗമായി ആനയെ അംഗീകരിച്ചത് 2010. ദേശീയ പൈതൃക മൃഗമായി ആനയെ അംഗീകരിക്കുന്നത് 2010-ലാണ്. ദേശീയ കലണ്ടറായിട്ടുള്ള ശകവർഷത്തെ അംഗീകരിച്ചത് 1957 മാർച്ച് 22. 1957 മാർച്ച് 22-നാണ് ദേശീയ കലണ്ടറായിട്ട് ശകവർഷം അംഗീകരിക്കുന്നത്. ഇനി ദേശീയ ജലജീവിയായിട്ട് ഗംഗാ ഡോൾഫിനെ അംഗീകരിച്ച വർഷം ചോദിക്കും. 2009-ലാണ് ഗംഗാ ഡോൾഫിനെ ദേശീയ ജലജീവിയായിട്ട് അംഗീകരിക്കുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖ ഏതാണ്? ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖയാണ് ഓപ്ഷൻ എ ഉത്തരായന രേഖ. PSCയുടെ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഉത്തരായന രേഖ കടന്നു പോകുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം 8 സംസ്ഥാനങ്ങളിലൂടെയാണ് ഉത്തരായന രേഖ കടന്നു പോകുന്നത്. ആ 8 സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? മിസോറാം, ത്രിപുര, മധ്യപ്രദേശ്, ഗുജറാത്ത്, അതുപോലെ രാജസ്ഥാൻ, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, വെസ്റ്റ് ബംഗാൾ. ഓക്കെ, അപ്പോൾ ഇതാണ്. അപ്പോൾ നമ്മുടെ കോഡ് ഇതാണ്. ഈ MTയും MGRും JCB വാങ്ങി എന്ന് ഓർത്താൽ മതി. M എന്താണ്? മിസോറാം, T ഫോർ ത്രിപുര, M ഫോർ മധ്യപ്രദേശ്, G ഫോർ ഗുജറാത്ത്, R ഫോർ രാജസ്ഥാൻ, J ഫോർ ജാർഖണ്ഡ്, C ഫോർ ഛത്തീസ്ഗഡ്, B ഫോർ ബംഗാൾ, പശ്ചിമ ബംഗാൾ. ഇതാണ് ഉത്തരായന രേഖ കടന്നു പോകുന്ന 8 സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഭൂമധ്യരേഖ എന്ന് പറയുന്നത് 0 ഡിഗ്രി അക്ഷാംശ രേഖയാണ് ഭൂമധ്യരേഖ എന്ന് പറയുന്നത്. ഇനി 0 ഡിഗ്രി രേഖാംശ രേഖയാണെങ്കിൽ നമ്മൾ എന്തെന്ന് പറയും? അതിനെ ഗ്രീനിച്ച് രേഖ എന്നാണ് പറയുക. 0 ഡിഗ്രി അക്ഷാംശത്തെ ഭൂമധ്യരേഖ എന്നും 0 ഡിഗ്രി രേഖാംശത്തെ ഗ്രീനിച്ച് രേഖ എന്നുമാണ് പറയുന്നത്. ഈ ഭൂമധ്യരേഖ തന്നെയാണ് ഏറ്റവും നീളമേറിയ അക്ഷാംശ രേഖയാണ് ഭൂമധ്യരേഖ എന്ന് പറയുന്നത്. ഇനി ഉത്തരായന രേഖ എന്ന് പറയുന്നത് നമുക്ക് ഓപ്ഷൻ തരും. 23.5 ഡിഗ്രി നോർത്ത്, 23.5 ഡിഗ്രി സൗത്ത്, 23.5 ഡിഗ്രി ഈസ്റ്റ് എന്നൊക്കെ പറഞ്ഞു തരും. ഉത്തരായന രേഖ എന്ന് പറയുന്നത് 23.5 ഡിഗ്രി നോർത്താണ്, വടക്കാണ്. 23.5 ഡിഗ്രി വടക്കാണ് ഉത്തരായന രേഖ എന്ന് പറയുന്നത്. 23.5 ഡിഗ്രി തെക്കാണ് എന്തെന്ന് പറയുന്നത്? 23.5 ഡിഗ്രി തെക്കാണ് ദക്ഷിണായന രേഖ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഭൂമധ്യരേഖയെ 2 തവണ മുറിച്ചു കടക്കുന്ന നദി ചോദിക്കാറുണ്ട്. കോങ്കോ നദിയാണ് ഭൂമധ്യരേഖയെ 2 തവണ മുറിച്ചു കിടക്കുന്ന നദി എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന ഇന്ത്യയിലെ ഏക നദി ഏതാണ്? ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏക നദിയാണ് നർമ്മദ എന്ന് പറയുന്നത്. നർമ്മദ നദിയുടെ പ്രത്യേകത എന്തൊക്കെയാണ്? വിന്ധ്യാപർവ്വത നിരയ്ക്കും സത്പുരയ്ക്കും ഇടയിലൂടെ ഒഴുകുന്ന നദിയാണ് നർമ്മദ. വിന്ധ്യയ്ക്കും സത്പുരയ്ക്കും ഇടയിലായിട്ട് ഒഴുകുന്ന നദിയാണ് നർമ്മദ എന്ന് പറയുന്നത്. ഇന്ത്യയെ തെക്കേ ഇന്ത്യ എന്നും വടക്കേ ഇന്ത്യ എന്നും 2ആയിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നത്, വേർതിരിക്കുന്നത് നർമ്മദ നദിയാണ്. വിന്ധ്യാപർവ്വത നിരയ്ക്കും സത്പുരയ്ക്കും ഇടയിലൂടെ ഒഴുകുന്ന നദി ഇന്ത്യയെ തെക്കേ ഇന്ത്യ എന്നും വടക്കേ ഇന്ത്യ എന്നും വേർതിരിക്കുന്ന നദി കൂടിയാണ് നർമ്മദ എന്ന് പറയുന്നത്. നർമ്മദയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന അണക്കെട്ടാണ് സർദാർ സരോവർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നർമ്മദ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ
ഓംകാരേശ്വർ ഡാം സ്ഥിതി ചെയ്യുന്നത്? ഓംകാരേശ്വർ ഡാമും സർദാർ സരോവർ ഡാമും സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നർമ്മദാ നദിയുടെ തീരത്താണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇനി എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത് നർമ്മദ? അമർഖണ്ഡക് പീഠഭൂമിയിലെ മൈക്കല നിരകളിൽ നിന്നും. അമർഖണ്ഡക് പീഠഭൂമിയിലെ മൈക്കല നിരകളിൽ നിന്നുമാണ് നർമ്മദാ നദി ഉത്ഭവിക്കുന്നത്. മധ്യപ്രദേശിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത് നർമ്മദയാണ്. മധ്യപ്രദേശിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത് നർമ്മദയാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഓപ്ഷൻ എ ഉത്തർപ്രദേശ്. ഏറ്റവും കൂടുതൽ അരിയും അതുപോലെ തന്നെ ചണവും ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് വെസ്റ്റ് ബംഗാളിലാണ്, പശ്ചിമ ബംഗാളിലാണ് അരിയും ചണവും ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇനി ഉത്തർപ്രദേശിൽ തന്നെയാണ് കരിമ്പ് മാത്രമല്ല അതുപോലെ തന്നെ ഗോതമ്പ്, കരിമ്പ് എന്നിവ രണ്ടും ഉൽപ്പാദിപ്പിക്കുന്നത് ഏറ്റവും കൂടുതൽ ഉത്തർപ്രദേശിലാണ് എന്നത് അറിഞ്ഞിരിക്കുക. ഇനി ഗുജറാത്തിലാണ് ഏറ്റവും കൂടുതൽ നിലക്കടല ഉൽപ്പാദിപ്പിക്കുന്നത് ഗുജറാത്തിലാണ്. ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്നത് കർണാടകയിലാണ് ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, മധ്യപ്രദേശിലെ പന്ന ഖനികൾ എന്തിന്റെ ഉൽപാദനത്തിനാണ് പ്രസിദ്ധം? പന്ന ഖനികൾ എന്ന് പറയുന്നത് ഓപ്ഷൻ എ വജ്രത്തിന്റെ ഉൽപാദനത്തിന് പ്രസിദ്ധമായ ഖനികളാണ് പന്ന ഖനികൾ എന്ന് പറയുന്നത്. അപ്പോൾ പന്ന ഖനികൾ വജ്രമാണെന്ന് നമ്മൾ പറഞ്ഞു. ജാദുഗുഡ എന്ന് പറയുന്നത് എന്ത് ഖനിയാണ്? യുറേനിയം ഖനിയാണ്. ജാദുഗുഡ സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡിൽ സ്ഥിതി ചെയ്യുന്ന യുറേനിയം ഖനിയാണ് ജാദുഗുഡ എന്ന് പറയുന്നത്. ദെൻ കോളാർ എന്ന് പറയുന്നത് സ്വർണ്ണഖനിയാണ് കോളാർ സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലാണ് കോളാർ സ്വർണ്ണഖനി സ്ഥിതി ചെയ്യുന്നത്. പിന്നെ റാണിഗഞ്ച് എന്ന് പറയുന്നത് കൽക്കരി ഖനി സ്ഥിതി ചെയ്യുന്നത് വെസ്റ്റ് ബംഗാളിലാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അടുത്തത്, ഒരു ധാതു അധിഷ്ഠിത വ്യവസായമാണ് ഏതെന്ന് പറയുന്നത്? ഓപ്ഷൻ ബി രാസവള വ്യവസായം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക വ്യവസായം ഏത് എന്ന് ചോദിച്ചാൽ അത് പരുത്തി വ്യവസായമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക വ്യവസായമാണ് പരുത്തി വ്യവസായം. കോട്ടണോപോളിസ് എന്നറിയപ്പെടുന്ന നഗരം ഏത്? കോട്ടണോപോളിസ് എന്ന പേരിൽ അറിയപ്പെടുന്ന നഗരമാണ് മുംബൈ ആണ് കോട്ടണോപോളിസ് എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ചണമില്ല് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? റിഷ്റയാണ്. റിഷ്റ വെസ്റ്റ് ബംഗാളിലാണ്. വെസ്റ്റ് ബംഗാളിലെ റിഷ്റയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ചണമില്ല് എന്ന് പറയുന്നത്. റിഷ്റ വെസ്റ്റ് ബംഗാൾ എന്നത് അറിഞ്ഞിരിക്കുക. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആര് എന്ന് ചോദിച്ചാൽ ഉത്തരം ഓപ്ഷൻ സി ആണ്, ഗോപാലകൃഷ്ണ ഗോഖലെയാണ് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സിസ്റ്റർ നിവേദിതയുടെ രാഷ്ട്രീയ ഗുരുവാണ് ആര്? വിവേകാനന്ദൻ. സിസ്റ്റർ നിവേദിതയുടെ ഗുരു ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? വിവേകാനന്ദനാണ് ഗുരു. നിവേദിതയുടെ ഗുരു ആരാണ്? വിവേകാനന്ദനാണ്. ദെൻ അതുപോലെ വിവേകാനന്ദന്റെ ഗുരു ആരാ? വിവേകാനന്ദന്റെ ഗുരു ശ്രീ സ്വാമി രാമകൃഷ്ണ പരമഹംസറാണ് കേട്ടോ. രാമകൃഷ്ണ പരമഹംസറാണ് വിവേകാനന്ദന്റെ ഗുരു എന്ന് പറയുന്നത്. അതുപോലെ ബി ആർ അംബേദ്കറുടെ ഗുരു എന്ന് പറയുന്നത് ആരാണ്? ജ്യോതിറാവു ഫൂലെയാണ് ബി ആർ അംബേദ്കറുടെ ഗുരു എന്ന് പറയുന്നത്. തൈക്കാട് അയ്യയുടെ ഗുരുവാണ് വൈകുണ്ഠ സ്വാമികൾ. അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമി എന്നിവരുടെ ഗുരുവാണ് തൈക്കാട് അയ്യ ആരുടെയൊക്കെ ഗുരുവാണ്? ശ്രീനാരായണ ഗുരു. അതുപോലെ തന്നെ ചട്ടമ്പി സ്വാമികൾ എന്നിവരുടെ ഗുരുവാണ് തൈക്കാട് അയ്യ എന്ന് പറയുന്നത്. ഇവിടെ ഗോപാലകൃഷ്ണ ഗോഖലെയാണ് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു. ഗോപാലകൃഷ്ണ ഗോഖലെയുടെ ഗുരു ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ MG റാനഡെ ആണ് കേട്ടോ. MG റാനഡെ. അടുത്തത്, ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനമാണ് മുംബൈ സമ്മേളനം. അപ്പോൾ INC എന്ന് പറയുന്നത് ഫോം ചെയ്തതും അല്ലെങ്കിൽ INCയുടെ ആദ്യത്തെ സമ്മേളനം എന്ന് പറയുന്നത് എവിടെയാണ്?
1885 ബോംബെ സമ്മേളനമാണ്. 1885 ബോംബെ സമ്മേളനമാണ് INCയുടെ ആദ്യത്തെ സമ്മേളനം എന്ന് പറയുന്നതും INC ഫോം ചെയ്തതും. ഇനി പൂർണ്ണ സ്വരാജ് എന്ന് പറയുന്ന പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം ഏതാണ്? 1929 ലാഹോർ സമ്മേളനം. അധ്യക്ഷത വഹിച്ചത് ജവഹർലാൽ നെഹ്റു. പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയത് ലാഹോർ സമ്മേളനം 1929, അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു. എന്നാൽ സ്വരാജ് പ്രമേയം പാസാക്കിയത് ഏത് സമ്മേളനത്തിലാ? 1906 കൊൽക്കത്ത സമ്മേളനം. സ്വരാജ് പ്രമേയം പാസാക്കിയത് 1906 കൊൽക്കത്ത സമ്മേളനത്തിലാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇനി മൗലിക അവകാശങ്ങളെ പറ്റിയിട്ട് പ്രമേയം പാസാക്കിയത് 1931 കറാച്ചി സമ്മേളനത്തിൽ വച്ചാണ്. മൗലിക അവകാശങ്ങളെ പറ്റി പ്രമേയം പാസാക്കിയത് 1931 കറാച്ചി സമ്മേളനത്തിൽ വച്ചാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യം, അഖിലേന്ത്യാ മുസ്ലിം ലീഗ് രൂപീകരിച്ചത് എവിടെ? അഖിലേന്ത്യാ മുസ്ലിം ലീഗ് രൂപീകരിക്കുന്നത് ധാക്കയിലാണ്. ധാക്ക. ഇന്ത്യൻ അസോസിയേഷൻ രൂപീകരിച്ചത് എവിടെയാണ്? ഇന്ത്യൻ അസോസിയേഷൻ രൂപീകരിച്ചത് കൊൽക്കത്തയിലാണ്. കൊൽക്കത്ത. ഇന്ത്യൻ അസോസിയേഷൻ കൊൽക്കത്തയിലാണ്. ഗദ്ദാർ പാർട്ടി രൂപീകരിച്ചത് സാൻ ഫ്രാൻസിസ്കോയിലാണ് ഗദ്ദാർ പാർട്ടി രൂപീകരിക്കുന്നത്. അടുത്തത്, ബർദോളി സത്യാഗ്രഹത്തിന്റെ നായകനാണ് സർദാർ വല്ലഭായ് പട്ടേൽ. അതുപോലെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ സ്ഥാപകർ ആരൊക്കെയാണ് എന്ന് ചോദിച്ചാൽ അലി സഹോദരന്മാരാണ്. ആരൊക്കെയാണ്? മൗലാന ഷൗക്കത്ത് അലിയും മൗലാന മുഹമ്മദ് അലിയും. മൗലാന ഷൗക്കത്ത് അലിയും മൗലാന മുഹമ്മദ് അലിയുമാണ് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ നേതാക്കൾ എന്ന് പറയുന്നത്. ചമ്പാരൻ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ചമ്പാരൻ സത്യാഗ്രഹത്തിനും അഹമ്മദാബാദ് തുണിമിൽ സമരത്തിനും എല്ലാം നേതൃത്വം നൽകിയത് ഗാന്ധിജിയാണ്. ഗാന്ധിജി. ചിപ്കോ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് സുന്ദർലാൽ ബഹുഗുണ. ചിപ്കോ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് സുന്ദർലാൽ ബഹുഗുണ. കരിവെള്ളൂർ സമരത്തിന് നേതൃത്വം നൽകിയത് കെ ദേവയാനിയാണ് കരിവെള്ളൂർ സമരത്തിന് നേതൃത്വം നൽകിയത്. തോൽവിറക് സമരത്തിന് നേതൃത്വം നൽകിയത് ആരാ? തോൽവിറക് സമരത്തിന് നേതൃത്വം നൽകിയത് കാർത്യായനി അമ്മയാണ് തോൽവിറക് സമരത്തിന് നേതൃത്വം നൽകുന്നത്. അടുത്ത ചോദ്യം, ബാലഗംഗാധര തിലക് മറാത്തി ഭാഷയിൽ ആരംഭിച്ച പത്രം. ബാലഗംഗാധര തിലക് മറാത്തി ഭാഷയിൽ ആരംഭിച്ച പത്രമാണ് ഓപ്ഷൻ ഡി കേസരി എന്ന് പറയുന്നത്. അദ്ദേഹം തന്നെ ഇംഗ്ലീഷിൽ ആരംഭിച്ച പത്രമാണ് മറാത്ത. അപ്പൊ കേസരി എന്ന് പറയുന്നത് ബാലഗംഗാധര തിലക് മറാത്തി ഭാഷയിൽ രചിച്ചതും മറാത്ത എന്ന് പറയുന്നത് ബാലഗംഗാധര തിലക് ഇംഗ്ലീഷ് ഭാഷയിൽ രചിച്ചതുമായിട്ടുള്ള കൃതിയാണ്. ഈ യങ് ഇന്ത്യ, അതുപോലെ ഇന്ത്യൻ ഒപ്പീനിയൻ എന്നൊക്കെ പറയുന്നത് ആരുടെയാണ്? ഗാന്ധിജിയുടെ കൃതികളാണ്. കൃതികളല്ല, പത്രങ്ങളാണ്. യങ് ഇന്ത്യ, ഇന്ത്യൻ ഒപ്പീനിയൻ എന്നൊക്കെ പറയുന്നത് ഗാന്ധിജിയുടെ പത്രങ്ങളാണ്. അപ്പൊ അതുപോലെ ഇന്ത്യൻ ഒപ്പീനിയൻ, യങ് ഇന്ത്യ മാത്രമല്ല, ഹരിജൻ, നവജീവൻ, ന്യൂ, ഈ പറയുന്ന ഇത്രയും യങ് ഇന്ത്യ, ഇന്ത്യൻ ഒപ്പീനിയൻ, ഹരിജൻ, നവജീവൻ ഇതെല്ലാം ഗാന്ധിജിയുടേതാണ്. ന്യൂ ഇന്ത്യ, കോമൺവെൽത്ത് ഇത് രണ്ടും ആരുടെ പത്രമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെയാണ്? ആനി ബസന്റിന്റെ പത്രമാണ്. ന്യൂ ഇന്ത്യ, കോമൺവെൽത്ത് ആനി ബസന്റിന്റെ പത്രമാണ്. അടുത്തത്, ഗദ്ദാർ പാർട്ടി രൂപീകരിച്ചത് ആരുടെ നേതൃത്വത്തിലാണ്? ഗദ്ദാർ പാർട്ടി നടന്നത് നമ്മൾ പറഞ്ഞു സാൻ ഫ്രാൻസിസ്കോ. ഗദ്ദാർ പാർട്ടി രൂപീകരിച്ചത് ആരുടെ നേതൃത്വത്തിലാണ്? ലാലാ ഹർദയാലിന്റെ നേതൃത്വത്തിലാണ് ഗദ്ദാർ പാർട്ടി രൂപീകരിക്കുന്നത്. ഗദ്ദാർ പാർട്ടി രൂപീകരിച്ച വർഷം 1913 കേട്ടോ. 1913. ഇവിടെ ഒരു കാര്യം കൂടെ ഓർത്തിരിക്കുക, ഹോം റൂൾ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ആരൊക്കെയാണ്? ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ നേതാക്കൾ: 1 ആനി ബസന്റ്, 2 ബാലഗംഗാധര തിലക്. ആനി ബസന്റും ബാലഗംഗാധര തിലകുമാണ് ഈ പറയുന്ന ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ പ്രധാന നേതാക്കൾ. 1961 സൈനിക നീക്കത്തിലൂടെ ഗോവ മോചിപ്പിച്ചപ്പോൾ പ്രതിരോധ വകുപ്പിന്റെ ചുമതല മന്ത്രി ആരായിരുന്നു? പ്രതിരോധ വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി ആരായിരുന്നു? ഓപ്ഷൻ ബി ആണ്, VK കൃഷ്ണമേനോനായിരുന്നു. 1961 സൈനിക നീക്കത്തിലൂടെ ഗോവ മോചിപ്പിച്ചപ്പോൾ പ്രതിരോധ വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി എന്ന് പറയുന്നത്. ഓക്കെ, VK കൃഷ്ണമേനോൻ എന്ന് പറയുന്നത്. ഇനി
അദ്ദേഹവുമായി ബന്ധപ്പെടുത്തി പറയുന്ന സമയത്ത് 1962 ഇന്ത്യ ചൈന യുദ്ധം നടക്കുന്ന സമയത്തെ പ്രതിരോധ മന്ത്രി കൂടിയായിരുന്നു VK കൃഷ്ണമേനോൻ എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഈ ഗോവ വിമോചനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഗോവ പോർച്ചുഗീസുകാരുടെ അധീനതയിൽ നിന്നും മാറ്റി ഗോവയുടെ വിമോചനത്തിനായിട്ട് ഇന്ത്യ നടത്തിയിട്ടുള്ള സൈനിക നടപടിയുടെ പേരാണ് ഓപ്പറേഷൻ വിജയ് എന്ന് പറയുന്നത്. ഓപ്പറേഷൻ വിജയ് എന്ന് പറയുന്നത് എന്താണ്? ഗോവയുടെ വിമോചനത്തിനായിട്ട് ഇന്ത്യ നടത്തിയിട്ടുള്ള സൈനിക നടപടിയുടെ പേരാണ് ഓപ്പറേഷൻ വിജയ്. ഗോവ എന്ന് പറയുന്നത് പോർച്ചുഗീസുകാരുടെ അധീനതയിലായിരുന്നു എന്നുള്ളത് അറിഞ്ഞിരിക്കും. ദുർഗേശ നന്ദിനി എന്ന ചരിത്ര നോവൽ എഴുതിയത് ആരാണ്? ദുർഗേശ നന്ദിനി എഴുതിയത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രസിദ്ധമായ കൃതിയാണ് ആനന്ദമഠം. ദുർഗേശ നന്ദിനിയും ആനന്ദമഠവും. ഈ ആനന്ദമഠത്തിൽ നിന്നുമാണ് നമ്മുടെ ദേശീയ ഗീതമായിട്ടുള്ള വന്ദേ മാതരം എടുത്തിട്ടുള്ളത്. ഓക്കെ, ദേശീയ ഗീതമായിട്ടുള്ള വന്ദേ മാതരം എടുത്തിട്ടുള്ളത് ആനന്ദമഠത്തിൽ നിന്നുമാണ്. ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ആദ്യ സംസ്ഥാനമായ ആന്ധ്രാപ്രദേശ് നിലവിൽ വന്ന വർഷം? ആന്ധ്രാപ്രദേശ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഉത്തരം 1956. എന്നാൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിച്ച ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് ആന്ധ്രയാണ്. ശരിക്കും വർഷം 1953 ഒക്ടോബർ 1 കേട്ടോ ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കുന്നത്. ഓക്കെ, അടുത്തത് ഇന്ത്യയിൽ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റിയുടെ ആസ്ഥാനം. ഇന്ത്യയിലുള്ള ഉൾനാടൻ ജലഗതാഗത അതോറിറ്റിയുടെ ആസ്ഥാനമാണ് നോയിഡ. ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി നിലവിൽ വന്ന വർഷം 1986. 1986 ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി നിലവിൽ വരുന്നത്. ഏറ്റവും ചെലവ് കുറഞ്ഞ ഗതാഗത മാർഗമാണ് ജലഗതാഗതം എന്ന് നമുക്കറിയാം. ഇന്ത്യയിലെ ആദ്യത്തെ ജലപാത ഏതാണ്? ദേശീയ ജലപാത 1 NW1 എന്ന് പറയുന്നത് ഗംഗാ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അലഹബാദ് മുതൽ ഹാൽദിയ വരെയാണ് ഈ പറയുന്ന ദേശീയ ജലപാത 1 ബന്ധിപ്പിക്കുന്നത്. രണ്ടാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയ മേഖല? രണ്ടാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകുന്നത് വ്യവസായത്തിനാണ്. കൃഷിക്കും ജലസേചനത്തിനും ഊന്നൽ നൽകിയിട്ടുള്ള പഞ്ചവത്സര പദ്ധതിയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി. കൃഷിക്കും ജലസേചനത്തിനും ഇമ്പോർട്ടൻസ് കൊടുത്തത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. മലയാള സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ ആരാണ്? മലയാള സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലർ എന്ന് പറയുന്നത് ആരാണ്? കെ ജയകുമാർ ആണ്. രണ്ടാമത്തേതും ഇപ്പൊ നിലവിലുള്ളതുമായിട്ടുള്ള മലയാള സർവകലാശാലയുടെ വൈസ് ചാൻസലർ എന്ന് പറയുന്നത് ആരാണ്? അനിൽ വള്ളത്തോൾ ആണ് കേട്ടോ. അനിൽ വള്ളത്തോൾ ആണ്. ഈ മലയാളം സർവകലാശാലയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് തിരൂരാണ്. കേട്ടോ, മലയാളം സർവകലാശാലയുടെ ആസ്ഥാനം തിരൂര്. വേലുത്തമ്പി ദളവയുടെ അന്ത്യം കൊണ്ട് പ്രസിദ്ധമായ സ്ഥലം ഏത്? വേലുത്തമ്പി ദളവയുടെ അന്ത്യം കൊണ്ട് പ്രസിദ്ധമായ സ്ഥലമാണ് മണ്ണടി എന്ന് പറയുന്നത്. ശ്രീനാരായണ ഗുരുവിന്റെ സമാധി സ്ഥലം അറിയപ്പെടുന്ന പേരെന്താ? ശിവഗിരിയാണ് കേട്ടോ. ശ്രീനാരായണ ഗുരുവിന്റെ അന്ത്യവിശ്രമ സ്ഥലമാണ് ശിവഗിരി. ദെൻ ചട്ടമ്പി സ്വാമികളുടെ സമാധി സ്ഥലമാണ് പന്മന. ശ്രീനാരായണ ഗുരുവിൻ്റെത് ശിവഗിരി, വേലുത്തമ്പി ദളവയുടേത് മണ്ണടി. അതുപോലെ ചാവറ കുര്യാക്കോസ് ഏലിയാസ് ചാവറ, ഓക്കെ, ചാവറയച്ചൻ്റെത് കൂനമ്മാവാണ് കേട്ടോ. കൂനമ്മാവാണ് സമാധി സ്ഥലം എന്ന് പറയുന്നത്. അടുത്തത് സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷം? സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കുന്നത് ഓപ്ഷൻ ഡി ആണ്. 1984. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിലാണ്. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത്. ഈ പറയുന്ന 1984 സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കുന്നത് ആര്? ഇന്ദിരാഗാന്ധിയാണ് പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി. ഇനി ഇത് ഉദ്ഘാടനം ചെയ്തത് രാജീവ് ഗാന്ധിയാണ്. 1985 ഉദ്ഘാടനം ചെയ്തത് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യം, പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല? പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്നത് വയനാടിലാണ്. ഓക്കെ. അപ്പോൾ പൂക്കോട് തടാകം എന്ന് പറയുന്നത് എന്താണ്? ശുദ്ധജല തടാകമാണ്. അപ്പോൾ നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം എന്ന് പറയുന്നത് ശാസ്താംകോട്ട കായലാണ്. ഈ ശാസ്താംകോട്ട കായൽ എഫ് ആകൃതിയിലാണ് കാണപ്പെടുന്നത്. ഇംഗ്ലീഷിലെ ആൽഫബറ്റ്സിൽ എഫ് ആകൃതിയിൽ കാണപ്പെടുന്ന ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട കായൽ. അടുത്തത്, ശെന്തുരുണി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ശെന്തുരുണി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല എന്ന് പറയുന്നത് ഏത് ജില്ലയാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. കൊല്ലം ജില്ല.
അപ്പൊ ചെന്തുരുണി വന്യജീവി സങ്കേതത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു മരത്തിന്റെ പേരിൽ അറിയപ്പെടുന്നു എന്നുള്ളതാണ്. ഒരു മരത്തിന്റെ പേരിൽ അറിയപ്പെടുന്നതാണ് ചെന്തുരുണി വന്യജീവി സങ്കേതം. 1984 വരുന്നത്. അപ്പൊ ഈ ചെന്തുരുണി എന്ന് പറയുന്നതിന്റെ സയന്റിഫിക് നെയിം ചോദിക്കാറുണ്ട്. ഗ്ലൂട്ട ട്രാവൻകൂറിക്ക. എന്താണ്? ഗ്ലൂട്ട ട്രാവൻകൂറിക്ക എന്നുള്ളതാണ് ചെന്തുരുണിയുടെ സയന്റിഫിക് നെയിം എന്ന് പറയുന്നത്. അടുത്തത്, മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഓപ്ഷൻ എ ആണ്, കുറ്റ്യാടി. കുറ്റ്യാടിയാണ്. ഇനി കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? പള്ളിവാസലാണ്. കേരളത്തിലെ ആദ്യത്തേത് പള്ളിവാസൽ. ഓക്കെ, 1940 പള്ളിവാസൽ വരുന്നത്. ഇനി രണ്ടാമത്തേത് ഏതാണെന്ന് ചോദിച്ചാൽ ചെങ്കുളമാണ്. ചെങ്കുളം. വർഷം 1954 വരുന്നത് കേട്ടോ. അപ്പോൾ ആദ്യത്തേത് പള്ളിവാസൽ, രണ്ടാമത്തേത് ചെങ്കുളം. ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് ഇടുക്കിയാണ്. ഇടുക്കിയാണ് ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി. തമിഴ്നാട്ടിലെ ആനമലയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി. തമിഴ്നാട്ടിലെ ആനമലയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഓപ്ഷൻ ബി, ഭാരതപ്പുഴ. ഭാരതപ്പുഴയുടെ നീളം 209 കിലോമീറ്റർ ആണ്. പോഷക നദികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഗായത്രിപ്പുഴ, കണ്ണാടിപ്പുഴ, തൂതപ്പുഴ, കൽപ്പാത്തിപ്പുഴ. ഗായത്രിപ്പുഴ, കണ്ണാടിപ്പുഴ, തൂതപ്പുഴ, കൽപ്പാത്തിപ്പുഴ, ഇതൊക്കെയാണ് ഭാരതപ്പുഴയുടെ പോഷക നദികൾ എന്ന് പറയുന്നത്. കേരളത്തിന്റെ നൈൽ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ്. ഈ ഭാരതപ്പുഴ ചിറ്റൂരിൽ അറിയപ്പെടുന്ന പേരാണ് ശോകനാശിനി പുഴ. ശോകനാശിനി പുഴ എന്നറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ്. ഏതിലൂടെയൊക്കെയാണ് ഭാരതപ്പുഴ ഒഴുകുന്നത്? തൃപ്പാമല എന്നോർത്താൽ മതി. തൃശ്ശൂര്, പാലക്കാട്, മലപ്പുറം. തൃശ്ശൂര്, പാലക്കാട്, മലപ്പുറം എന്നിവിടങ്ങളിലൂടെയാണ് ഭാരതപ്പുഴ ഒഴുകുന്നത്. കേരള ഫിഷറീസ് കോർപ്പറേഷന്റെ ആസ്ഥാനം. കേരള ഫിഷറീസ് കോർപ്പറേഷന്റെ ആസ്ഥാനം എന്ന് പറയുന്നത്, PSC ഈ ചോദ്യം ഡിലീറ്റ് ചെയ്തു, കാരണം ഉത്തരം എറണാകുളമാണ്. കേരള ഫിഷറീസ് കോർപ്പറേഷന്റെ ആസ്ഥാനം എറണാകുളമാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. കേരള ഫിഷറീസ് കോർപ്പറേഷൻ വരുന്നത് 1966 ആസ്ഥാനം എറണാകുളം. ഓക്കെ, അടുത്ത ചോദ്യം, സർവ്വവിദ്യാധിരാജൻ എന്നറിയപ്പെടുന്നത്. സർവ്വവിദ്യാധിരാജൻ ചട്ടമ്പി സ്വാമികളാണ്. അദ്ദേഹത്തിന്റെ ജനനം ചോദിക്കാറുണ്ട്. കണ്ണമ്മൂല. കണ്ണമ്മൂലയിലാണ് ചട്ടമ്പി സ്വാമികൾ ജനിക്കുന്നത്. യഥാർത്ഥ പേരെന്താണ്? അയ്യപ്പൻ. അയ്യപ്പൻ എന്നതാണ് ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര്. ഏറ്റവും പ്രധാനപ്പെട്ട ചട്ടമ്പി സ്വാമികളുടെ കൃതികളാണ് പ്രാചീന മലയാളം, വേദാധികാര നിരൂപണം. പ്രാചീന മലയാളം, വേദാധികാര നിരൂപണം എന്നിവ ചട്ടമ്പി സ്വാമികളുടെ കൃതികളാണ്. മിശ്രഭോജനം നടത്തിയതിന് നേതൃത്വം നൽകിയ മഹാനാര്? മിശ്രഭോജനം നടത്തിയതിന് നേതൃത്വം നൽകിയ മഹാൻ സഹോദരൻ അയ്യപ്പനാണ്. സഹോദരൻ അയ്യപ്പൻ. അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ളൊരു കോട്ട് ചോദിക്കാറുണ്ട്. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന് എന്ന് പറഞ്ഞത് ആരാണ്? സഹോദരൻ അയ്യപ്പനാണ് കേട്ടോ. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന് എന്ന് പറഞ്ഞത് സഹോദരൻ അയ്യപ്പനാണ്. അദ്ദേഹത്തിന്റെ പത്രമാണ് വേലക്കാരൻ. വേലക്കാരൻ എന്ന് പറയുന്ന പത്രം ആരുടെയാണ്? സഹോദരൻ അയ്യപ്പന്റെ. ശ്രീലങ്കൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി. ശ്രീലങ്കൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളിയാണ് ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരു. അദ്ദേഹം സന്ദർശിച്ച ഏക വിദേശ രാജ്യം എന്ന് പറയുന്നതും ഏതാണ്? ശ്രീലങ്ക തന്നെയാണ്. 2 തവണയാണ് അദ്ദേഹം ശ്രീലങ്ക സന്ദർശിച്ചത്. ഒന്ന് 1918 രണ്ട് 1926. 1918, 1926 എന്നീ 2 തവണയാണ് ശ്രീലങ്കയിൽ ശ്രീനാരായണ ഗുരു സന്ദർശിക്കുന്നത്. ഇനി കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരുവാണ്. കേരള നവോത്ഥാനത്തിന്റെ പിതാവ്. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാളിയാണ് ശ്രീനാരായണ ഗുരു. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാളി. കേരളത്തിൽ ഏറ്റവും കുറച്ച് വില്ലേജുകളുള്ള താലൂക്ക് ഏതാണ്? ഏറ്റവും കുറച്ച് വില്ലേജുകളുള്ള താലൂക്ക് എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, കുന്നത്തൂർ താലൂക്കാണ്. കൊല്ലം ജില്ലയിലാണ് കേട്ടോ. കുന്നത്തൂർ താലൂക്ക് കൊല്ലം ജില്ലയിലാണ്. ആകെ എത്ര താലൂക്കുകളാ? 77 താലൂക്കുകൾ. അതിൽ വലുത് ഏതെന്ന് ചോദിച്ചാൽ ഏറനാട്. വലുത് ഏറനാട്. ചെറുത് കുന്നത്തൂരാണ് കേട്ടോ. കുന്നത്തൂര് എവിടെയാണ്? കൊല്ലമാണെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, പിന്നെ ഏറനാട് എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്തത്, ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ഏക ഇന്ത്യൻ താരം. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ഏക ഇന്ത്യൻ താരമാണ് അഞ്ജു ബേബി ജോർജ് കേട്ടോ. അഞ്ജു ബോബി ജോർജ്. അപ്പൊ അഞ്ജു ബോബി ജോർജ് കൂടാതെ PT ഉഷയുണ്ട്. PT ഉഷയുടെ പ്രത്യേകത എന്താണ്? PT ഉഷയാണ് ഈ പറയുന്ന ഒളിമ്പിക്സ് അത്ലറ്റിക്സിൽ ഫൈനലിൽ എത്തിയ ആദ്യത്തെ വനിത. ഒളിമ്പിക്സ് അത്ലറ്റിക്സിൽ ഫൈനലിൽ എത്തിയിട്ടുള്ള ആദ്യത്തെ വനിതയാണ് PT ഉഷ.
MD വത്സമ്മയുടെ പ്രത്യേകത എന്താ? ഏഷ്യൻ ഗെയിംസിൽ സ്വർണം നേടിയ ആദ്യ മലയാളി. ഏഷ്യൻ ഗെയിംസിൽ സ്വർണം നേടിയ ആദ്യത്തെ മലയാളി വനിത എന്ന് പറയുന്നത് MD വത്സമ്മയാണ്. ഇവിടെ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ഏക ഇന്ത്യൻ താരം അഞ്ജു ബോബി ജോർജ് ആണ്. അഞ്ജു ബോബി ജോർജ് ലോങ് ജമ്പ് ആണ് കേട്ടോ. ഇനം ഏതാണ്? ലോങ് ജമ്പ്. 2003 പാരീസ് ഒളിമ്പിക്സിൽ വെച്ചിട്ടാണ് മെഡൽ നേടുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, VT ഭട്ടതിരിപ്പാടിന്റെ പരിഷ്കരണ പ്രവർത്തനം നടത്തിയ കേരളീയ സമുദായം. VT ഭട്ടതിരിപ്പാട് പരിഷ്കരണ പ്രവർത്തനം നടത്തിയ കേരളീയ സമുദായമാണ് ഓപ്ഷൻ സി നമ്പൂതിരി എന്ന് പറയുന്നത്. ഈ VT ഭട്ടതിരിപ്പാടിന്റെ ആത്മകഥ ചോദിക്കാറുണ്ട്. കണ്ണീരും കിനാവും. VT ഭട്ടതിരിപ്പാടിന്റെ ആത്മകഥയാണ് കണ്ണീരും കിനാവും. അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള നാടകമാണ് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക്. അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് വന്നിട്ടുള്ള വർഷം 1929. അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക്. യോഗക്ഷേമ സഭയുടെ പ്രധാന നേതാവാണ് ആര്? ഈ പറയുന്ന VT ഭട്ടതിരിപ്പാട്. യോഗക്ഷേമ സഭയുടെ പ്രധാന നേതാവ് എന്നുള്ളതും അറിഞ്ഞിരിക്കുക. ഗാന്ധിജി വൈക്കത്ത് എത്തിയ വർഷം. ഗാന്ധിജി വൈക്കത്ത് എത്തിയ വർഷം ഓപ്ഷൻ ബി ആണ്. 1925 ഗാന്ധിജി വൈക്കത്ത് എത്തുന്നത്. 5 തവണയാണ് ഗാന്ധിജി കേരളം സന്ദർശിച്ചിരിക്കുന്നത്. എത്ര തവണയാണ്? 5 തവണ. ആദ്യത്തെ തവണ വരുന്നത് 1920 ഓക്കെ. വൈക്കത്ത് എത്തുന്നത് 1925 പറഞ്ഞു. ആദ്യത്തെ തവണ വരുന്നത് 20 അവസാനം വന്നത് 1937. 1937 അവസാനം വന്നത്. ഇനി കേരള ഗാന്ധി എന്ന അമരനാമത്തിൽ അറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? കേരള ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? K. കേളപ്പനാണ്. K. കേളപ്പൻ. ഇവിടെ IK കുമാരൻ അറിഞ്ഞിരിക്കുക. മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത് IK കുമാരനാണ്. വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയ മഹാൻ ആരാണ്? സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയ മഹാനാണ് മന്നത്ത് പത്മനാഭൻ. അപ്പോൾ ഈ ജാഥ നയിക്കുന്നത് 1924 മാർച്ച് 30 1924 മാർച്ച് 30 സവർണ ജാഥ എന്ന് പറയുന്നത്. ഇത് 603 ദിവസമാണ് നീണ്ടു നിന്നത് എന്നതും അറിഞ്ഞിരിക്കും. ആരുടെ നേതൃത്വത്തിലാണ് ഹോം റൂൾ ലീഗിന്റെ ഒരു ശാഖ 1916 മലബാറിൽ ആരംഭിച്ചത്? ഹോം റൂൾ ലീഗിന്റെ ആദ്യത്തെ ഒരു ശാഖ 1916 മലബാറിൽ ആരംഭിച്ചു. ആരുടെ നേതൃത്വത്തിലാണ് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ എ ആണ്. KP കേശവമേനോന്റെ നേതൃത്വത്തിൽ. അപ്പോൾ KP കേശവമേനോന്റെ പ്രത്യേകത എന്താ? കേരളത്തിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് KP കേശവമേനോൻ. കേരളത്തിലെ വന്ധ്യവയോധികൻ. മാതൃഭൂമി പത്രത്തിന്റെ സ്ഥാപകൻ. മാതൃഭൂമി പത്രത്തിന്റെ സ്ഥാപകൻ കൂടിയാണ് KP കേശവമേനോൻ. അടുത്തത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അമരാവതി സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച മലയാളി ആരാണ്? INC സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച മലയാളിയാണ് C. ശങ്കരൻ നായർ. അദ്ദേഹം 1897 അമരാവതി സമ്മേളനത്തിലാണ് അധ്യക്ഷത വഹിക്കുന്നത് കേട്ടോ. 1897 അമരാവതി സമ്മേളനം. INC പ്രസിഡന്റ് ആയിട്ടുള്ള ആദ്യത്തെ മലയാളിയും ആര് തന്നെയാണ്? C. ശങ്കരൻ നായർ തന്നെയാണ്. ഓക്കെ. ഇനി അടുത്തത്, അയ്യങ്കാളി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അയ്യങ്കാളി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് വെങ്ങാനൂരാണ്. വെങ്ങാനൂര്. അപ്പൊ അദ്ദേഹം ജനിക്കുന്നതും എവിടെ തന്നെയാണ്? വെങ്ങാനൂര് തന്നെയാണ്. വെങ്ങാനൂര് തന്നെയാണ് ജനിക്കുന്നത്. സ്മാരകം സ്ഥിതി ചെയ്യുന്നതും വെങ്ങാനൂരിൽ തന്നെയാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. പുലയ രാജ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? അയ്യങ്കാളിയാണ്. പുലയ രാജ. അതുപോലെ തന്നെ സാധുജന പരിപാലന സംഘം ആരംഭിച്ചത് അയ്യങ്കാളിയാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. സാധുജന പരിപാലന സംഘം ആരംഭിച്ചത് അയ്യങ്കാളിയാണ്. അതുപോലെ കല്ലുമാല സമരം, വില്ലുവണ്ടി സമരം, ഇതെല്ലാം ഇതിനെല്ലാം നേതൃത്വം നൽകിയത് അയ്യങ്കാളിയാണ് കേട്ടോ. എന്തൊക്കെയാണ്? സാധുജന പരിപാലന സംഘം, കല്ലുമാല സമരം, വില്ലുവണ്ടി സമരം, ഇതിനെല്ലാം നേതൃത്വം നൽകിയത് അയ്യങ്കാളിയാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ഫ്ലാഗ് കോഡ് നിലവിൽ വന്നത്. ഇന്ത്യയിൽ ഫ്ലാഗ് കോഡ് നിലവിൽ വന്നത് 2002 ജനുവരി 26 കേട്ടോ. 2002 ജനുവരി 26. ദേശീയ പതാകയുടെ ശില്പി ആരാ? പിംഗലി വെങ്കയ്യാണ്. ദേശീയ പതാകയുടെ ശില്പി പിംഗലി വെങ്കയ്യ. അദ്ദേഹം ആന്ധ്രാപ്രദേശ് സ്വദേശിയാണ്. ചോദിച്ചിട്ടുണ്ട്. ഓക്കെ. ഇനി ദേശീയ പതാകയെ അംഗീകരിച്ചത് എപ്പോഴാണ്? 1947 ജൂലൈ 22. 1947 ജൂലൈ 22 ദേശീയ പതാകയെ അംഗീകരിച്ചത്. ഈ ദേശീയ പതാകയുടെ നിറം എന്ന് പറയുന്നത് ചോദിക്കാറുണ്ട്. മുകളിൽ എന്താണ്? മുകളിൽ കുങ്കുമ നിറവും നടുക്ക് വെള്ള നിറവും താഴെ പച്ച നിറവുമാണ് ഉണ്ടാവുക.
അടുത്ത ചോദ്യം, കണക്റ്റിംഗ് ഇന്ത്യ താഴെ പറയുന്നവരിൽ ഏതിന്റെ മുദ്രാവാക്യമാണ്? കണക്റ്റിംഗ് ഇന്ത്യ BSNLന്റെ മുദ്രാവാക്യമാണ്. ജനഗണമനയെ ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഓപ്ഷൻ സി ആണ്. 1950 ജനുവരി 24 ജനഗണമനയെ ഇന്ത്യയുടെ ദേശീയ ഗാനമായിട്ട് അംഗീകരിക്കുന്നത്. മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ ഭാഗം ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ഭാഗം 3 ആണ് മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ ഭാഗം. ഇനി മൗലിക ചുമതലകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഭരണഘടനാ ഭേദഗതിയാണ്. ഓപ്ഷൻ ഏതാണ്? മൗലിക ചുമതലകൾ ഉൾപ്പെടുത്തിയത് 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മൗലിക ചുമതലകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്. ഇന്ത്യയിൽ മൗലിക അവകാശങ്ങളുടെ എണ്ണം എത്രയാണ്? ഇന്ത്യയിൽ മൗലിക അവകാശങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, 6. കേരളത്തിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഇവിടെ തന്നിട്ടുള്ളതില്ല, വിശ്വാസ് മേത്തയാണ് കേട്ടോ. നിലവിലെ കേരളത്തിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? വിശ്വാസ് മേത്തയാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കും. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ നിയമിക്കുന്നത് ആര്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്, രാഷ്ട്രപതി. ഇന്ത്യയിൽ ലോക്സഭാ അംഗമായി തിരഞ്ഞെടുക്കുവാനുള്ള കുറഞ്ഞ പ്രായം എത്രയാണ്? ലോക്സഭാ അംഗമാവാനുള്ള കുറഞ്ഞ പ്രായം 25 ആണ് കേട്ടോ, 25. അപ്പോൾ ലോക്സഭാ അംഗം മാത്രമല്ല, പ്രധാനമന്ത്രി, അതുപോലെ തന്നെ മുഖ്യമന്ത്രി, ലോക്സഭാ അംഗം, MLA എന്നിവരുടെ കുറഞ്ഞ പ്രായം എന്ന് പറയുന്നത് 25 വയസ്സാണ്. ഇനി 35 വയസ്സ് വരുന്നത് ആർക്കൊക്കെയാണ്? പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ഗവർണർ എന്നിവർക്കാണ് 35 എന്ന് പറയുന്നത് വരുന്നത്. ഓക്കെ, വയസ്സ്. ഇനി അത് കഴിഞ്ഞ് 30 വയസ്സ് വരുന്നത് ആർക്കൊക്കെയാണ്? രാജ്യസഭയിലേക്കുള്ള അംഗങ്ങൾക്കാണ് 30 വയസ്സ് വരുന്നത് കേട്ടോ. രാജ്യസഭയിലേക്ക് 30 വയസ്സ്. ദെൻ 21 എന്ന് പറയുന്നത് പഞ്ചായത്തിലേക്കുള്ള അംഗങ്ങളെ തിരഞ്ഞെടുക്കുമ്പോൾ 21 ആണ് വരുന്നത് ഏജ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, യെസ്. അപ്പോൾ ഇവിടെ 25 എന്ന് പറയുന്ന ആർക്കൊക്കെയായിരുന്നു? പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി, ലോക്സഭ, MLA എന്നിവർക്കാണ് 25 വയസ്സ് വരുന്നത് കേട്ടോ. ഇനി ഏതു ഭാഷയിലാണ് വന്ദേമാതരം രചിക്കപ്പെട്ടിരിക്കുന്നത്? വന്ദേമാതരം രചിക്കപ്പെട്ട ഭാഷ ഏതാ? ബംഗാളി ഭാഷയാണ്. വന്ദേമാതരം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. ആലപിക്കാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 65 സെക്കൻഡ് ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ബംഗാളി ഭാഷയിലാണ് എഴുതിയിട്ടുള്ളത്. ഇനി ദേശീയ ഗാനമാണെങ്കിലോ അതും ബംഗാളി ഭാഷയിൽ തന്നെയാണ് എഴുതിയിട്ടുള്ളത്. 52 സെക്കൻഡ് ആണ് ആലപിക്കാൻ വേണ്ടത്. അതിൽ 20 സെക്കൻഡ് സമയമുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ഷോർട്ട് വേർഷൻ ആലപിക്കാനായിട്ട് പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. അപ്പോൾ പരീക്ഷയ്ക്ക് പോകുന്ന എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആവട്ടെ. അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. പരീക്ഷ എഴുതുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഓൾ ദി ബെസ്റ്റ് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നിർത്തുവാണ്. നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സുമായിട്ട് കാണാം. താങ്ക്